മരണം കാത്തു കഴിഞ്ഞ കാലത്ത് മുഴുവൻ പ്രാർത്ഥന താൻ ഉറങ്ങിക്കിടക്കുമ്പം മരിക്കണമെന്നായിരുന്നു. കഴിഞ്ഞില്ല. താൻ യാത്ര പോലും പറയാതെ പോവുകയും ചെയ്തു. ഇപ്പൊ താൻ ഉറങ്ങിക്കിടക്കുമ്പോ ഞാൻ യാത്ര പറയുക. പടിയിറങ്ങുക നീലകണ്ഠൻ. ഒരേ മണ്ണിൽ അലിഞ്ഞു ചേരാനുള്ള മോഹം കൊണ്ട് ഈ മണ്ണിന് വേണ്ടി കൈനീട്ടി കിട്ടിയില്ല. സാരമില്ലടോ, ഈ മണ്ണിലല്ല താൻ എന്റെ ഉള്ളിലാ ദഹിച്ചത്, എന്റെ നെഞ്ചില്. വരട്ടെടോ, ദേഹമേ യാത്രയാകുന്നുള്ളൂ, ദേഹി എന്നിവിടെ ഉണ്ട്. എവിടേക്കാ വരാമോ? കൈ കിട്ടണത് കൈസഞ്ചിയിൽ എടുക്കാൻ പറഞ്ഞു, എടുത്തു. കൂടെ ഇറങ്ങാൻ പറഞ്ഞു, ഇറങ്ങി. എനിക്കൊന്നും അറിയില്ല. എന്താ അച്ഛാ ഇത്? എല്ലാവരും വിട്ട് എങ്ങോട്ട് പോവാതെ നിവർത്തിയില്ല. ബാങ്ക് ജപ്തി ചെയ്ത് എന്നെ പഠിപ്പിച്ച് ഡോക്ടറാക്കാൻ വേണ്ടി എടുത്ത ലോണല്ലേ അത്? ഏട്ടന്റെ വീട്ടിലേക്ക് പോയില്ലെന്ന് വാശിയാണെങ്കിൽ ഞങ്ങൾക്കുള്ളൊരു വീട് അവിടെ താമസിച്ചൂടെ അച്ഛനും വാര്യമോനും? സുഹ്ര, നിങ്ങളും കാർത്തികനെ എനിക്കൊരുപോലല്ലേ മോളെ. ആരോടും വാശിയില്ല. ഒരു യാത്രയ്ക്ക് സമയമായി, പോകുന്നു, അത്രേ ഉള്ളൂ. നമ്പ്യാരി സാറ് പറഞ്ഞ് കാർത്തികൻ കാര്യങ്ങൾ അറിഞ്ഞത് ഇപ്പോഴാ. പുള്ളിക്കാരൻ വന്നോണ്ടിരിക്കുന്നേ ഉള്ളൂ ബാംഗ്ലൂരിന്ന്. എന്നോട് ഉടനെ അച്ഛനുമായി വീട്ടിലേക്ക് പോകാൻ പറഞ്ഞു. ബാക്കിയൊക്കെ പുള്ളി വന്നിട്ട്. ശേഖരനും ഞാനും ബന്ധുക്കളാവാൻ പോകുന്നവരാ. എന്നാലും തന്നെ സഹായിക്കാൻ ഞാൻ എന്നാലാവുന്നത് നോക്കി, കഴിയാഞ്ഞിട്ടാ. ആരോടും പരിഭവമില്ല, ശേഖരനോട് പോലും. പൊയ്ക്കോളൂ. കാർത്തികനോട് പറയൂ അച്ഛനൊരു തീർത്ഥാടനത്തിന് പോയി തിരിച്ചു വന്നിട്ട് കാണാമെന്ന്. വരേ. ഓ സാർ, ഞാൻ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞില്ലേ? വരേ. ആ താക്കോൽ കൂട്ടം നമ്പ്യാരെ ഏൽപ്പിച്ചേക്കൂ. സുഹ്ര, മോള് വീട്ടിലേക്ക് പൊയ്ക്കോളൂ.